നമ്മളെ മൈജി ഷാജിഖാൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് വന്നാണ്ടത്. അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കിണ്ണം കച്ച പരിപാടി തന്നെ കേട്ടോ. ഇവിടെ റോഡിൽ നിന്ന് അങ്ങോട്ട് ഷട്ടിൽ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് വണ്ടിയൊന്നും പോകില്ല. നമ്മൾ മെയിൻ റോഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഷട്ടിൽ സർവീസ് ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നടന്നിട്ട് പോകാം. അതിനുള്ള ദൂരമുള്ള 5 മിനിറ്റ് നടക്കാനുണ്ട്. ഗേറ്റ് വരുന്ന ഉള്ളിലേക്ക് കയറിയാൽ തന്നെ ലൈവായിട്ട് ഇങ്ങനെ നല്ല മ്യൂസിക് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങനെ കേൾക്കട്ടോ. ലൈവ് മ്യൂസിക്കാണ്. നമ്മളെ വിദേശികളുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ, ഒരു 10-15 ആൾക്കാർ ഓരോരോ മൂലയിലും വെച്ചിട്ട് ഈ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി, നല്ല ക്ലിയർ വോയിസിലാട്ടോ ചെയ്യുന്നത്. എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക്. എല്ലാവരും അത് നോക്കി വീഡിയോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോരോ മൂലയിൽ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷാജിഖാൻ ടീമൊക്കെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ഒരാൾ മിസ്സാണ്ട് അവിടെ ആവശ്യക്കാർക്കൊക്കെ കയറി ഫോട്ടോ എടുക്കട്ടെ. ഒരു പ്രശ്നമില്ല. ഷാജിഖാൻ്റെ വേണ്ടിയാണ്, ഷാജിഖാൻ്റെ പ്രദേശം എല്ലാവരും ആരും മിസ്സാവില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ മൈജി ഷാജിഖാനാണ് ഇവിടുന്ന് പേരിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ബോർഡ് വലുതായിട്ടുണ്ട്. അതിന് വിളിച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത്. ആർക്കും വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നില്ല. നല്ല തിരക്കാർ വെയിറ്റ് ചെയ്താൽ എല്ലാവർക്കും പോയി ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറിയപ്പോൾ വലിയൊരു ലൈനാണ്. നോക്കുന്ന സമയത്ത് എന്താ വീടിൻ്റെ ഉള്ളിൽ കയറാൻ തിരക്കാണ്. എന്താ ലൈനെന്ന് അറിയാം. ഭയങ്കര സെറ്റപ്പിലാണ് കേട്ടോ എല്ലാം ചെയ്ത്. ഒരു എന്താ റഷും കാര്യങ്ങളൊന്നുമില്ല. ലൈനും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഭയങ്കര റഷായിട്ട് ഹറി ആയിട്ടൊന്നും ആൾക്കാരങ്ങനെ കയറിയൊന്നുമില്ല. തിരക്കൂട്ടുന്നില്ല, തിക്കി തിരക്കൊന്നുമില്ല, ഒന്നും തള്ളൊന്നുമില്ല. ഒക്കെ നല്ല ഡീസൻ്റായിട്ട് ഒരു ഡീൽ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല എന്താ പറയുക, നല്ല സെറ്റപ്പ് തന്നെയാണ് അവരെല്ലാ പരിപാടിയും. ഇവിടെ മുഴുവൻ നമുക്ക് നടന്ന് കാണാം, ഒരു പ്രശ്നമില്ല. പക്ഷേ കുറച്ച് നമ്മൾ ലൈൻ നിൽക്കണം. പോർച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുത്തൻ 2 ബെൻസ്, ഒരു പുത്തൻ ബെൻസ് കാറും വേറൊരു കാറും കൂടി അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ ലൈന് തൊട്ടടുത്തെത്തിയ സമയത്ത് ഒരു സെക്യൂരിറ്റി വന്നിട്ട് കുറച്ച് കവറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ നോക്കുന്നേരം എന്താ സംഭവം വെച്ചാൽ നമ്മളെ ഷൂ അവിടെ ഊരിയിട്ട് അവരെ കൈ കൊടുക്കണം പാക്ക് ചെയ്തിട്ട്. അപ്പോൾ അവരൊരു കൂപ്പൺ തരും. ആ കൂപ്പൺ പിറകെ പോയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ ഷൂ നമ്മൾ തിരിച്ചു കിട്ടും. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാകാനും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെതാ നമുക്കുള്ള കവറും വന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഷൂ ഊരിയിട്ട് പൗച്ചിലാക്കി കൈ പിടിച്ച് ലൈനിൽ നിന്നിട്ടോ. അങ്ങനെ ഏകദേശം തൊട്ടടുത്ത് ആ ടോക്കൺ എടുത്ത ആൾക്കാരൊക്കെ ഉള്ളിലോട്ട് കയറി പോകുന്ന ഒരു സൈഡിൽ കൂടെ നമ്മളിതാ തൊട്ടടുത്ത് ഓരോരോ ആൾക്കാർക്ക് ഇങ്ങനെ കൂപ്പൺ കൊടുക്കുന്നുണ്ട്. കൂപ്പൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഷൂ അവിടെ കൊടുക്കുക, നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുക. അങ്ങനെ കേട്ടോ. അതാ നമ്മളെ ഷൂവും കവർ കൊടുത്തു. അവരപ്പത്തിന് സ്പോട്ടിൽ നമ്മളെ ആ ഷൂവിൻ്റെ ഒരു കൂപ്പൺ നമുക്ക് തന്നിട്ടോ. 832 നമ്മൾ നമ്പർ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കൂപ്പൺ വാങ്ങിച്ചിട്ട് നേരെ വീണ്ടും കേട്ടോ. നല്ല സ്വീകരണം കേട്ടോ. അവരൊക്കെ എല്ലാം നല്ല സഹകരണമുള്ള ടീംസാണ് അവിടെ. എല്ലാം ഒരു സെറ്റപ്പിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നേരെ അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പോകേണ്ട സ്ഥലങ്ങളും അവിടെ റൂമും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അവർ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ അവർ പറയുന്നത് തിരക്കായതുകൊണ്ട് അവിടെ ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് ഇരിക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറി ചെല്ലുന്നവർ തന്നെ ഒരു ഡൈനിങ് ഹാൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ വലിയൊരു എക്കോറി ഉണ്ട്. ഡൈനിങ് ടേബിളിൽ
പ്ലേറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റിലത്തെ ഷോ തന്നെ അടിപൊളിയാട്ടോ, നല്ല അടിപൊളി സെറ്റപ്പ് ഡൈനിങ് ടേബിളാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നാൽ മെയിൻ ഡോറ് ക്ലോസ് ചെയ്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ലിവിങ് റൂമായിട്ട് കാണുന്നത്. അത് നേരെ ഇപ്പുറത്ത് തന്നെ ചെറിയൊരു ബെഡ്റൂം കാണുന്നത്, ബാത്റൂം. ഇത് നിസ്കാർ റൂമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, സോഫയും കാര്യങ്ങളും. പിന്നെ തൊട്ട് പിറകെ തന്നെ ഒരു ചെറിയൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. എന്താ സെറ്റപ്പ് നില കണ്ടില്ല നിങ്ങൾ, വല്ലാത്ത ജാതി. തന്നെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റാഫ് വീടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് അവരെ ഡ്രസ്സിങ് റൂമാണ് കേട്ടോ. ഡ്രസ്സ്, ഷൂ, എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ടീഷർട്ട്, ഷർട്ട്, പാൻറ്റ്. അവിടെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് കണ്ടില്ല നിങ്ങൾ, എന്താണ് സെറ്റപ്പ്. വലിയ മാർബിൾ പോലത്തെ, മാർബിളൊന്നും ആയിരിക്കില്ല, കറക്റ്റ് നമുക്കറിയില്ല. വലിയ പീസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ട്. നോക്കി നിങ്ങൾ, ഇത്ര കട്ടിയുള്ളതാണ്. നമ്മൾ മരത്ത് ചെയ്യുന്ന പോലെയാണ് ഈ കല്ല് വെച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇതാണ് അടുത്ത വ്യൂ. എല്ലാ വാഷ്റൂമും എടുത്ത് പറയേണ്ടതാണ്, സെറ്റപ്പ് തന്നെ അവിടെ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആട്ടോ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ, വാഷ് ബേസിനാണെങ്കിലും 2-3 വാഷ് ബേസിന് ഓരോ ബാത്റൂമിലുണ്ട്. ബാത്ത് ടബ് എല്ലാം ഉണ്ട്. ഒരു ലിഫ്റ്റ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിനുള്ളിൽ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഹാളിൻ്റെ നേരെ മുകളിൽ ഓപ്പൺ ടെറസാണ്. അവിടെ താഴേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. അവിടുന്ന് അതിൻ്റെ പുറത്തെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലോ ഒരു രക്ഷയില്ല, നല്ല വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിലാട്ടത്, മുകളിലെ വ്യൂ ആണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തെ പൂളിങ്ങനെ കാണാം കേട്ടോ. ഒരു അടിപൊളി പൂളാണ് സെറ്റ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പൂളാണ് കേട്ടോ. സ്പീഡാക്കി ഫോട്ടോ എടുത്തിട്ട് അതിന് താഴത്തിറങ്ങിക്കണം.
അങ്ങനെ നമ്മളെ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പുറത്തെത്തിയപ്പോൾ നമ്മൾ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് ഷൂ നമ്മൾ കളക്ട് കേട്ടോ. നമ്മൾ പോയി തീരെ താമസമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവർ ഓരോ ട്രയലാക്കി 10-20 ഷൂ നമ്പർ വെച്ചിട്ട് ഓരോ ട്രയലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഷൂവിൻ്റെ ടോക്കൺ കൊടുത്ത പാടന്നെ ആ ഒരു സെക്കൻഡ് തന്നെ അവർ തിരിച്ച് സാധനം എടുത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഷൂ കൈ കിട്ടി, ഇനി അതില്ല, നേരെ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടോ. അങ്ങനെ ഷൂ ഒക്കെ ഇട്ട് നമ്മൾ വീണ്ടും പുറത്തേക്കുള്ള യാത്രയിലാണ്. വീടിൻ്റെ എല്ലാ മൂലയും എന്താ പറയുക, ഓരോ മുക്കും മൂലയും എത്ര ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തത്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി ലൈറ്റ് സെറ്റപ്പ് നോക്കുന്ന ഒരു മാലകളൊക്കെ ആ ഒരു പൂന്തോട്ടത്തിൻ്റെ ലൈറ്റുകളൊക്കെ നട്ടു വായിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആടെയിട്ടിട്ട് ഒരു മാലാകക്കുട്ടി ഇങ്ങനെ കറങ്ങുന്ന ലൈറ്റിൻ്റെ നടുവിൽ കേട്ടോ. ഏതായാലും ഭയങ്കര രസമുള്ള പരിപാടി. ഇതിങ്ങനെ ഒരു വെറൈറ്റി സംഭവം കേട്ടോ. ഏതായാലും ഇത് നമ്മളിതുവരെ ഒരു പരിപാടിക്ക് പോയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എത്തി. ഫുഡിൻ്റെ പരിപാടിക്കൊക്കെയാണ് പോകുന്നത്, പക്ഷേ ഫുഡ് കിട്ടുന്ന അഭിപ്രായമൊന്നുമില്ല. ഫുഡിനൊക്കെ ഒരുപാട് സമയം നിൽക്കണേ. നമ്മൾ ഫുഡല്ലല്ലോ മെയിൻ, നമ്മളെ വീഡിയോ ആണല്ലോ മെയിൻ. ഷാജിക്കാൻ ടീം അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട ആൾക്കാരിങ്ങനെ വന്ന് പുതിയ പുതിയ ആൾക്കാർ വരിക, ഫോട്ടോ എടുക്കുക, ആട്ടി പോവുക, വീണ്ടും വരിക. ഷാജിക്കാൻ ഏതായാലും കുഴങ്ങും വൈകുന്നേരം. അപ്പോൾ ഏതായാലും നമ്മൾ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള കൂടെ വന്ന ആൾക്കാരൊക്കെ തിരക്കൂട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ ഒരു മാലാകക്കുട്ടി എൻ്റെ മേലെ വെച്ച് എന്തോ വീട്ടിൽ ചാനന്തൊക്കെ ഊരിങ്ങാനി കുഴങ്ങിക്കും തോന്നുന്നു. കുറേ നേരമായില്ല കുത്തിരിക്കുന്നത്. അതെല്ലാം അവർക്ക് ഒന്ന് സെറ്റാക്കുന്നുണ്ട് അവർ. നോക്കെന്താ പരിപാടി. തിരിച്ചിട്ട് അതിലേക്ക് ഒന്നുകൂടി കയറാനുള്ള പരിപാടി തന്നെ, നിർത്തിയിട്ടൊന്നുമില്ല പരിപാടി. അതിൽ കയറുന്നുണ്ടതാ. ഇപ്പം ഏതായാലും കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്. ആ ഒരു മയിൽ പോലത്തെ ഒരു മലാന. കുറേ ആൾക്കാർ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വെറുതെ ഒന്ന് കയറി വെക്കണം. നല്ല തിരക്കാണ്. നമ്മളവിടെ എവിടെയും നിന്നില്ല, പ്രത്യേകം പോന്നിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോൾ പച്ച മയിൽ അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതും കണ്ട് പുറത്തേക്ക് വേഗം ഇറങ്ങാനുള്ള പരിപാടിയാണ്. ബാക്കി കുറച്ച് വീഡിയോസ് കൂടി കണ്ടിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ നമ്മൾ വരാം. അപ്പോൾ ബാക്കിയുള്ള സീൻ കൂടി കണ്ടിട്ട് നിങ്ങളും പോയി. ബായ്.